സുരക്ഷാവേലിയില്ലാത്ത ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. അയ്യപ്പൻകോവിൽ മേരികുളത്തിനും മാട്ടുകെട്ടയ്ക്കുമിടയിലാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയായ ട്രാൻസ്ഫോമർ ഉള്ളത്. മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ വാഹനമിടിച്ചാണ് സുരക്ഷാവേലി തകർന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന നടപ്പാതയോട് ചേർന്നാണ് അപകട ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോമർ നിലകൊള്ളുന്നത്. മാട്ടുകെട്ടയ്ക്കും മേരികുളത്തിനുമിടയിൽ വേളാങ്കണ്ണി ആശുപത്രിക്ക് സമീപത്തായി നിൽക്കുന്ന ട്രാൻസ്ഫോമർ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. സുരക്ഷാവേലിയുള്ള ട്രാൻസ്ഫോമർ ആയിരുന്നു ഇത്. മലയോര ഹൈവേ നിർമ്മാണ സമയത്ത് കരാറുകാരുടെ വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ച് സുരക്ഷാവേലി തകർന്നു. നഷ്ടപരിഹാരം വൈദ്യുത വകുപ്പിന് കരാറുകാർ അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പണം ലഭിച്ചിട്ടും വൈദ്യുത വകുപ്പ് ഉദ്യോഗസ്ഥർ വേലി പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചില്ല. സ്കൂൾ തുറന്നിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല. സ്കൂൾ കുട്ടികളടക്കം കടന്നുപോകുന്ന നടപ്പാതയ്ക്ക് സമീപത്താണ് അപകട ഭീഷണി ഉയർത്തി ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നത്. ട്രാൻസ്ഫോമർ മലയോര ഹൈവേക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. 3 വർഷം മുമ്പ് ഇതിന് ഒരു സംരക്ഷണ വേലി ഉണ്ടായിരുന്നു. ഈ സംരക്ഷണ വേലി 3 വർഷം മുമ്പ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് വന്ന വണ്ടി ഇടിച്ച് ഇത് തെറിപ്പിച്ച് കളഞ്ഞതാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിൻ്റെ പൈസ അടച്ചിട്ടുള്ള. പക്ഷേ 3 വർഷമായിട്ട് ആ വേലി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ ഇതിന് തയ്യാറായിട്ടില്ല. നാട്ടുകാർ പലവട്ടം അവരെ പരാതി പറയുകയും അവരോട് പരാതിപ്പെട്ടെങ്കിലോ ഇന്നവരെ ഇത് പ്രസ്താവിക്കുകയും ഇതിൻ്റെ സമീപത്തുകൂടി നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നു, വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു, കൊച്ചുകുട്ടികളടക്കം വിദ്യാർത്ഥികളടക്കമുള്ളവർ യാത്ര ചെയ്യുന്നു. ഏത് സമയത്തും അപകടകരമായ നിലയിലാണ്. ഒന്ന് കൊടയോ മറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ പീസിനകത്ത് തട്ടുവാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ട്രാൻസ്ഫോമറിന്റെ എർത്ത് കമ്പി പൊട്ടി നടപ്പാതയിൽ കിടക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ കമ്പിയിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ ജീവൻ തന്നെ അപകടത്തിലാകും. റോഡിൽ ഫുട്പാത്തിനോട് ചേർന്നാണ് ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നത്. കാൽനടക്കാരും സ്കൂൾ കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി ദിവസവും കടന്നുപോകുന്നത്. അടിയന്തരമായി ട്രാൻസ്ഫോമറിന് സുരക്ഷാവേലി നിർമ്മിച്ച് അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.